നാം ഇന്ന് ലിത്തിയം അയോൺ ബാറ്ററികളുടെ ഒരു ലോകത്താണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ മുതൽ നമ്മുടെ പവർ ബാങ്കുകൾ, റോഡിലോടുന്ന EV സ്കൂട്ടറുകൾ, കാറുകൾ, ബസ്സുകൾ, ഇതിലെല്ലാം ഇന്ന് ലിത്തിയം അയോൺ ബാറ്ററികളാണ് ഉപയോഗിക്കുന്നത്. എന്താണ് ഈ ലിത്തിയം അയോൺ ബാറ്ററികൾ? എന്താണ് അവയുടെ പ്രത്യേകത? എന്തുകൊണ്ടാണ് അവ വ്യാപകമായി ഉപയോഗിക്കുന്നത്? നമുക്കിതൊന്നറിയണ്ടേ? ശരി, നമുക്കിന്ന് ലിത്തിയം അയോൺ ബാറ്ററികളെ പറ്റി ചർച്ച ചെയ്യാം. നമസ്കാരം. സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോകൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് നിങ്ങൾ തരുന്ന ഈ പിന്തുണ തുടരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ചാനൽ ആദ്യമായി കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ എല്ലാം കമൻ്റായി രേഖപ്പെടുത്തണം. ശരി, നമുക്ക് ലിത്തിയം അയോൺ ബാറ്ററികളെ പറ്റി സംസാരിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നാം ബാറ്ററികളെ പറ്റി, എങ്ങനെയാണ് ബാറ്ററികൾ പ്രവർത്തിക്കുന്നത് എന്നതിനെപ്പറ്റി, അതിൻ്റെ പുറകിലുള്ള സയൻസും പ്രവർത്തനവും എല്ലാം വളരെ വിശദമായി നാം സംസാരിച്ചു. അതിൽ ലിത്തിയം അയോൺ ബാറ്ററികളെ പറ്റി മറ്റൊരു വീഡിയോ വിശദമായി ചെയ്യാം എന്നും പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ലിത്തിയം അയോൺ ബാറ്ററികളെ പറ്റി ഇപ്പോൾ ഈ പുതിയ വീഡിയോ ചെയ്യുന്നത്. ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് കാണാം. എങ്കിലും ബാറ്ററി എന്നാൽ എന്താണ്, എങ്ങനെയാണത് പ്രവർത്തിക്കുന്നത് എന്നതിനെപ്പറ്റി ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലിത്തിയം അയോണിലേക്ക് പോകാൻ കഴിയൂ. അതൊന്ന് ചുരുക്കി പറയാം. എന്താണ് ബാറ്ററി? നമുക്കറിയാം, നമ്മുടെ അനുഭവത്തിൽ നമുക്ക് പരിചയമുണ്ട്. വൈദ്യുതി സംഭരിച്ചു വെക്കുന്ന ഒരു മെറ്റീരിയലാണ്, ഒരു ഉപകരണമാണ് ബാറ്ററി എന്ന് പറയുന്നത്. ഫ്രീ ഇലക്ട്രോണുകളുടെ ഒരു പ്രവാഹമാണ് വൈദ്യുതി എന്ന് പറയുന്നത്. അപ്പോൾ വൈദ്യുത പ്രവാഹം ഉണ്ടാകാൻ അവിടെ ഫ്രീ ഇലക്ട്രോണുകൾ ആവശ്യമാണ്. ആ ഫ്രീ ഇലക്ട്രോണുകളെ ജനറേറ്റ് ചെയ്ത് അതിൽ ഒരു ഭാഗത്ത്, അതിൻ്റെ ആനോഡ് എന്ന് പറയുന്ന ഭാഗത്ത് സംഭരിക്കുന്നു. അങ്ങനെ രണ്ട് ഇലക്ട്രോഡുകൾ തമ്മിൽ, ആനോഡും കാഥോഡുകളും തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുകയും ആ പൊട്ടൻഷ്യൽ കൂടുതലുള്ളിടത്ത്, അതായത് ഫ്രീ ഇലക്ട്രോൺ കൂടുതലുള്ള ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ഒരു വയർ വെച്ച് കണക്ട് ചെയ്താൽ ആ ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ഇലക്ട്രോണുകൾ ഒഴുകുകയും വൈദ്യുത പ്രവാഹം ഉണ്ടാവുകയും ആ വൈദ്യുത പ്രവാഹത്തെ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ബാറ്ററികളുടെ അടിസ്ഥാനപരമായ സയൻസ്, അടിസ്ഥാനപരമായ ധർമ്മം എന്ന് പറയുന്നത്. ഇതിന് ബാറ്ററിക്കുള്ളിൽ രണ്ട് ഇലക്ട്രോഡുകൾ ആവശ്യമുണ്ട്. അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവേണ്ടതുണ്ട്. അതിനുവേണ്ടി അതിൻ്റെ അകത്തൊരു ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ആ കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ടാണ് അവിടെ ഇലക്ട്രോണുകളും അയോണുകളും ഉണ്ടാകുന്നത്. അയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജുള്ള ഒരു ആറ്റത്തിനെയോ മോളിക്യൂളിനെയാണ് അയോൺ എന്ന് പറയുന്നത്. അതായത് ഒരു മെറ്റീരിയലിൻ്റെ, ഒരു പദാർത്ഥത്തിൻ്റെ അടിസ്ഥാന ഘടകമായ ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി എപ്പോഴും ന്യൂട്രലായിരിക്കും. കാരണം ന്യൂക്ലിയസിനുള്ളിലെ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും ന്യൂക്ലിയസിന് ചുറ്റും വലം വയ്ക്കുന്ന ഇലക്ട്രോണുകൾ, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതുകൊണ്ട് എപ്പോഴും സാധാരണഗതിയിൽ ഒരു ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രലായിരിക്കും. ആ പുറത്ത് വലം വയ്ക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുകയോ കുറയുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ ആറ്റത്തിന് പോസിറ്റീവോ നെഗറ്റീവോ ചാർജ് ഉണ്ടാകും. അങ്ങനെയുള്ള ചാർജുള്ള ആറ്റത്തിനെയും അങ്ങനെയുള്ള ചാർജുള്ള ആറ്റങ്ങൾ അടങ്ങിയ മോളിക്യൂളുകളെയുമാണ്, തന്മാത്രകളെയുമാണ് അയോൺ എന്ന് പറയും. ഒരു ബാറ്ററിയിൽ ഇലക്ട്രോലൈറ്റിൽ ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻ കാരണം അതിൽ അയോണുകൾ ഉണ്ടാകും. ആ അയോണുകൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോണുകൾ പുറത്തേക്ക് വരും. ആ ഇലക്ട്രോണുകളെ ആനോഡ് ഭാഗത്ത് സംഭരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ബാറ്ററിയിൽ സംഭവിക്കുന്നത്. വിവിധ തരത്തിലുള്ള ബാറ്ററികളുണ്ട്. നമ്മുടെ ടോർച്ചിലും ക്ലോക്കിലും റിമോട്ടിലും ഒക്കെ ഉപയോഗിക്കുന്ന വളരെ സാധാരണമായ ഏതൊരു മാടക്കടയിൽ പോലും കിട്ടുന്ന ചെറിയ ബാറ്ററികൾ ഡ്രൈ സെല്ലുകൾ എന്ന് പറയും. ആ ഡ്രൈ സെല്ലിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നത് കാർബണും സിങ്കുമാണ്. അതിനുള്ളിലെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് അമോണിയം ക്ലോറൈഡ് ആണ്. അതിൻ്റെ മാനുഫാക്ചറിങ് വേളയിൽ തന്നെ ആ ബാറ്ററിയെ ചാർജ് ചെയ്ത് ഫുള്ളാക്കുകയാണ്. ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ ബാറ്ററി വീണ്ടും ഉപയോഗിക്കാൻ കഴിയില്ല, അത് റീചാർജ് ചെയ്യാൻ കഴിയില്ല, അത് ഉപേക്ഷിക്കാനേ കഴിയുകയുള്ളൂ. നമ്മുടെ സാധാരണ ഉപയോഗങ്ങൾക്കൊക്കെ വളരെ ലളിതമായ ഈ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് റീചാർജബിൾ ബാറ്ററി. ഇപ്പോൾ നമ്മുടെ വാഹനങ്ങളിൽ, കാറുകളിലും ബസ്സുകളിലും നമ്മൾ സ്കൂട്ടറുകളിലും ടു വീലറുകളിലും ഒക്കെയുള്ള ബാറ്ററി റീചാർജബിൾ ബാറ്ററിയാണ്. അത്
ലെഡ് ആസിഡ് ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ഇലക്ട്രോഡിൻ്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ലെഡാണ്. അതിൻ്റെ ഉള്ളിലെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് പ്രധാനമായും സൾഫ്യൂരിക് ആസിഡുമാണ്. അത് ഒരിക്കൽ ചാർജ് ചെയ്ത് കഴിഞ്ഞ് ചാർജ് തീർന്നാലും അനേകം പ്രാവശ്യം റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇലക്ട്രോൺ പ്രവാഹമാണ് ഉണ്ടാകുന്നത്. ആ പ്രവാഹം ഉണ്ടായി കഴിയുമ്പോൾ ആ ഇലക്ട്രോൺ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഇലക്ട്രോൺ തീർന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ഇലക്ട്രോലൈറ്റ് വീണ്ടും പഴയതുപോലെയാകും. വീണ്ടും ചാർജ് ചെയ്ത് വീണ്ടും അവിടെ ഇലക്ട്രോണുകളെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് ഈ പറഞ്ഞതുപോലെ ഈ ബസ്സുകളിലും കാറുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന ലെഡ് ആസിഡ് ബാറ്ററിയിൽ സാധിക്കും. മറ്റൊരു വിഭാഗം ബാറ്ററി ഉണ്ട്, നമുക്കൊക്കെ പണ്ട് പരിചയമുള്ള ബാറ്ററിയാണ്. അതായത് നിക്കൽ കാഡ്മിയം ബാറ്ററി എന്ന് പറയും. അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് ഈ ഓരോ പേര് വരുന്നത് എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളുടെ പേര് തന്നെയായിരിക്കും അതിൻ്റെ ആ ബാറ്ററിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ലെഡ് ആസിഡ് ബാറ്ററിയുടെ പ്രധാന ഘടകങ്ങളെന്ന് പറയുന്നത് ലെഡും ആസിഡുമാണ്. നിക്കൽ കാഡ്മിയം ബാറ്ററിയുടെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് നിക്കലും കാഡ്മിയവുമാണ്. അതിൻ്റെ ആനോഡും കാഥോഡുമായി വരുന്നത്. അതും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ബാറ്ററിയാണ് നിക്കൽ കാഡ്മിയം ബാറ്ററി എന്ന് പറയുന്നത്. അതിനുശേഷം മറ്റൊരു ബാറ്ററി ഉണ്ടായിട്ടുണ്ട്, നിക്കൽ മെറ്റൽ ഹൈഡ്രൈഡ് ബാറ്ററി എന്ന് പറയുന്ന വേറൊരു വിഭാഗം ബാറ്ററി. അതും റീചാർജബിൾ ബാറ്ററിയാണ്. അവസാനം വന്നിരിക്കുന്ന ഇന്ന് ഏറ്റവും വ്യാപകമായിരിക്കുന്ന ബാറ്ററിയാണ് ലിത്തിയം അയോൺ ബാറ്ററി എന്ന് പറയുന്നത്. അവിടെ പ്രധാനമായി ഉപയോഗിക്കുന്നത് ലിത്തിയത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. ലിത്തിയം അയോണാണ് അവിടെ ബാറ്ററി ചാർജിങ്ങിനും റീചാർജിങ്ങിനും എല്ലാം ഉപയോഗിക്കുന്നത്. എന്താണ് ഈ ബാറ്ററികൾ തമ്മിലുള്ള ഈ റീചാർജബിൾ ബാറ്ററി, ട്രൈസെല്ലുകളെ വിടൂ, ഈ റീചാർജബിൾ ബാറ്ററികൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പ്രധാനമായും അതിൻ്റെ എനർജി ഡെൻസിറ്റിയാണ്. എന്താണ് ഈ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത്? നമുക്ക് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അറിയാം, ഒരു യൂണിറ്റ് വോളിയത്തിൽ കൊള്ളുന്ന ആ എമൗണ്ടിനെയാണ് സാധാരണഗതിയിൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതായത് 1 ലിറ്റർ വെള്ളത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത് 1 കിലോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1. എന്നാൽ മെർക്കുറിയുടെ ഡെൻസിറ്റി, 1 ലിറ്റർ മെർക്കുറിയുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 13.5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലിറ്റർ മെർക്കുറിക്ക് 13.5 കിലോഗ്രാം ഭാരമുണ്ട്. ഇങ്ങനെ ഓരോ പദാർത്ഥങ്ങളുടെയും ഡെൻസിറ്റിക്ക് വ്യത്യാസമുണ്ട്. 1 ലിറ്റർ അല്ലെങ്കിൽ 1 കിലോയിൽ എത്ര കൊള്ളുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഈ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഈ എനർജി ഡെൻസിറ്റിയാണ് ബാറ്ററിയുടെ എഫിഷ്യൻസിയുടെ ഏറ്റവും വലിയ അടയാളം. അങ്ങനെ വരുമ്പോൾ ഏറ്റവും അധികം എനർജി ഡെൻസിറ്റിയുള്ള, എനർജി എഫിഷ്യൻസിയുള്ള ബാറ്ററി എന്ന് പറയുന്നത് ലിത്തിയം അയോൺ ബാറ്ററികളാണ്. അതിൻ്റെ എനർജി ഡെൻസിറ്റി കമ്പാരിസണിലേക്ക് നമുക്ക് അവസാനം വരാം. എങ്ങനെയാണ് ലിത്തിയം അയോൺ ബാറ്ററികൾ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. ലിത്തിയം അയോൺ ബാറ്ററികൾ മറ്റു ബാറ്ററികളെ പോലെ തന്നെ 2 ഇലക്ട്രോഡ് അതിനുണ്ട്. ആ ഇലക്ട്രോഡിൽ ആനോഡിൻ്റെ ഭാഗത്ത് ഇലക്ട്രോണുകൾ ഉണ്ടാവുന്നുണ്ട്. ആ ഇലക്ട്രോണുകൾ കണ്ടക്ടറിലൂടെ സഞ്ചരിച്ച് അതിൻ്റെ ഉപയോഗം കഴിഞ്ഞ് കാഥോഡിൽ എത്തുന്നുണ്ട്. അങ്ങനെ ഈ സംഭരിച്ചു വെച്ച ഇലക്ട്രോൺ തീർന്നു കഴിയുമ്പോൾ വീണ്ടും ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ലിത്തിയം എന്ന് പറയുന്ന ആ മൂലകത്തിന്, ആ എലമെൻറ്റിന് അതിൻ്റെ അറ്റോമിക് സ്ട്രക്ചർ നമുക്ക് ഒന്ന് നോക്കാം. 3 പ്രോട്ടോണും 4 ന്യൂട്രോണും അടങ്ങിയ ഒരു ന്യൂക്ലിയസ് ആണ് ലിത്തിയത്തിൻ്റേത്. അപ്പോൾ എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്രയും ഇലക്ട്രോണുകളും ഉണ്ടാകും. അങ്ങനെ 3 ഇലക്ട്രോണുകൾ ഈ ന്യൂക്ലിയസിനെ വലം വയ്ക്കുന്നുമുണ്ട്. അതിൻ്റെ ഏറ്റവും ഇന്നർ ഷെല്ലിൽ 2 ഇലക്ട്രോണും ഔട്ടർ ഷെല്ലിൽ 1 ഇലക്ട്രോണും. ഇങ്ങനെയാണ് ഒരു ലിത്തിയം ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോൺ എന്ന് പറയുന്നത് കുറച്ച് അൺസ്റ്റേബിളാണ്. അതിനെ വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഒരെണ്ണത്തിനെ അങ്ങോട്ട് ആഡ് ചെയ്യാം. അങ്ങനെ റിമൂവ് ചെയ്താൽ ആ ആറ്റം എന്ന് പറയുന്നത് ഒരു അയോണായി മാറും. ഇതാണ് ബേസിക്കലി സംഭവിക്കുന്നത്. പക്ഷേ ഈ ലിത്തിയത്തിന് ഒരു വേറൊരു വലിയ പ്രശ്നമുണ്ട്. അത് ഭയങ്കര റിയാക്റ്റീവായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ അത് അന്തരീക്ഷവായുവുമായിട്ട് റിയാക്ട് ചെയ്യും, വെള്ളവുമായി റിയാക്ട് ചെയ്യും. കാണുന്ന എന്തിനേയും കയറി, ചില പേ പിടിച്ച നായ്ക്കളെ പോലെയാണ്, കാണുന്ന എന്തിനേയും കയറി അത് കടിക്കും. ഭയങ്കര റിയാക്റ്റീവ് പ്രോപ്പർട്ടിയുള്ള ഒരു മെറ്റീരിയലാണ് ഈ ലിത്തിയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ലിത്തിയത്തിനെ സ്വതന്ത്രാവസ്ഥയിൽ അതിൻ്റെ അകത്ത് സംഭരിച്ച് വെക്കുക എന്ന് പറയുന്നത് റിസ്ക്കാണ്. അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. അതുകൊണ്ട് അതിനെ കോബാൾട്ട് ഓക്സൈഡ് എന്ന് പറയുന്ന മറ്റൊരു മൂലകവുമായി ചേർത്തിട്ടാണ് ഈ ലിത്തിയത്തിനെ ഈ ബാറ്ററിക്കുള്ളിൽ സംഭരിക്കുന്നത്. ഈ ലിത്തിയം അയോൺ ബാറ്ററിയുടെ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഗ്രാഫൈറ്റും ഏതെങ്കിലും ഒരു മെറ്റലുമായിരിക്കും.
അതുപോലെ ഇതിൻ്റെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഈ ലിത്തിയം സോൾട്ട് ആയിരിക്കും. അതായത് ലിത്തിയം സ്വതന്ത്രാവസ്ഥയിലല്ല, എന്നാൽ അതൊരു ചെറിയ ജെൽ ഫോമിലുമായിരിക്കും. ഇത്രയുമാണ് ഒരു ലിത്തിയം അയോൺ ബാറ്ററിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ലിത്തിയം അയോൺ ബാറ്ററിയിലെ ആനോഡും കാഥോഡും എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ കാഥോഡ് അഥവാ പോസിറ്റീവ് ഭാഗം, ആ പോസിറ്റീവ് ഭാഗത്താണ് ഈ ലിത്തിയം കോബാൾട്ട് ഓക്സൈഡ് മിശ്രിതം ഉണ്ടാവുക. അവിടെ നിന്നാണ് ഈ അയോണുകളും ഉണ്ടാവുക. അവിടെ ഉണ്ടാവുക കോപ്പർ പ്ലേറ്റുകളായിരിക്കും. എന്നാൽ ആനോഡ്, ഇലക്ട്രോണുകൾ സംഭരിക്കപ്പെടേണ്ട ആനോഡിൽ അവിടെ ഉണ്ടാകുക ഗ്രാഫൈറ്റുകളുമായിരിക്കും, ഗ്രാഫൈറ്റ് പ്ലേറ്റുകളുമായിരിക്കും ഉണ്ടാവുക. ഒരു ലിത്തിയം അയോൺ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. ചാർജർ കണക്ട് ചെയ്താൽ ഈ കാഥോഡിൻ്റെ ഭാഗത്ത്, അതായത് ലിത്തിയം കോബാൾട്ട് ഓക്സൈഡ് മിശ്രിതം ഉള്ള ആ ഭാഗത്ത്, അവിടെ നിന്ന് ലിത്തിയം ആറ്റത്തിൻ്റെ ഔട്ടർ ഷെല്ലുള്ള ഒരു ഇലക്ട്രോണിനെ അത് വലിച്ചെടുക്കും. ആ വലിച്ചെടുക്കുമ്പോൾ ആ മോളിക്യൂൾ അപ്പോൾ ഒരു പോസിറ്റീവ് അയോൺ ആയി മാറിക്കഴിഞ്ഞു. ബാറ്ററിയെ പറ്റിയുള്ള കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ ഇലക്ട്രോലൈറ്റിൽ കൂടെ ഒരിക്കലും ഇലക്ട്രോണിന് മൂവ് ചെയ്യാൻ കഴിയില്ല, അയോണിന് മാത്രമേ മൂവ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആ ഇലക്ട്രോൺ ഈ ചാർജറിൻ്റെ കണ്ടക്ടർ വഴി ആനോഡിലെത്തി ആനോഡിൻ്റെ ഗ്രാഫൈറ്റ് പ്ലേറ്റിൽ സംഭരിക്കും. അങ്ങനെ അവിടെയുള്ള മുഴുവൻ ലിത്തിയം കോബാൾട്ട് ഓക്സൈഡ് മിശ്രിതത്തിലെ ഇലക്ട്രോണുകളെയും ഈ ചാർജറിലൂടെ, ഈ കണ്ടക്ടറിലൂടെ ആനോഡിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഈ ചാർജിങ് എന്ന് പറയുന്ന പ്രക്രിയ പൂർണ്ണമാകും. അതേസമയം തന്നെ അപ്പോഴുണ്ടാകുന്ന പോസിറ്റീവ് അയോണുകൾ ഈ ഇലക്ട്രോലൈറ്റ് വഴി ആനോഡിൽ എത്തും, അതും അവിടെ സംഭരിക്കപ്പെടും. ഈ പ്രക്രിയ പൂർണ്ണമായി കഴിഞ്ഞാൽ ബാറ്ററിയുടെ ചാർജിങ് പൂർണ്ണമാകും. ഇനി ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത്, ബാറ്ററി ഉപയോഗിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? ഈ നെഗറ്റീവ് ആനോഡിൽ നിന്നും ഇലക്ട്രോണുകൾ പുറത്തേക്കൊഴുകി അത് ഏതെങ്കിലും ഉപകരണത്തിൽ കൂടെ, വൈദ്യുത ഉപകരണത്തിൽ കൂടെ, ലൈറ്റിലൂടെയോ മോട്ടറിലൂടെയോ ഇതിലൂടെ ആയാലും അതൊഴുകി അതിനെ പ്രവർത്തിപ്പിച്ച് ഇത് തിരികെ കാഥോഡിലെത്തുമ്പോൾ ആനോഡിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന, ആനോഡിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്ന അയോണുകളും പോസിറ്റീവ് അയോണുകളും തിരികെ ഈ കാഥോഡിൻ്റെ ഭാഗത്തേക്ക് എത്തും. അവിടെ അവ വീണ്ടും എങ്ങനെയായിരുന്നു ആദ്യമുണ്ടായിരുന്നത് പോലെ ഈ ലിത്തിയം അയോൺ കോബാൾട്ട് ഓക്സൈഡ് സംയുക്തമായിരുന്നത്, അങ്ങനെ തന്നെ ഈ ഇലക്ട്രോണുകൾ വീണ്ടും തിരികെ പഴയ ഫോമിലേക്ക് മാറും. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ഇലക്ട്രോണുകളും ഇതുവഴി ഒഴുകി ഇവിടെ വരികയും അയോണുകൾ ഇലക്ട്രോലൈറ്റിൽ കൂടെയും ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബാറ്ററി പൂർണ്ണമായും ഡിസ്ചാർജ് ആയി കഴിഞ്ഞു, അതിലെ ചാർജ് അവസാനിച്ചു. വീണ്ടും ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ചാർജറിൽ കണക്ട് ചെയ്ത് ഇലക്ട്രോണിനെ ജനറേറ്റ് ചെയ്ത് ആ ഇലക്ട്രോണിനെ കൊണ്ടുവന്ന് ആനോഡിൽ സംഭരിക്കണം. അതേപോലെ ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കണം. നമ്മൾ ഓരോ തവണ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ, കുത്തിയിടുമ്പോൾ സംഭവിക്കുന്നത് ഈ പ്രക്രിയയാണ്. പല വിധത്തിൽ റീചാർജബിൾ ബാറ്ററികളിലെല്ലാം ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ലിത്തിയം അയോൺ ബാറ്ററിയിൽ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. ലിത്തിയം അയോൺ ബാറ്ററികൾക്ക് പ്രവർത്തനക്ഷമത, എഫിഷ്യൻസി, എനർജി ഡെൻസിറ്റി ഇതെല്ലാം വളരെ കൂടുതലാണ്. ഈ ബാറ്ററിയുടെ എഫിഷ്യൻസി പറയുന്ന ഒരു പ്രധാനപ്പെട്ട സൂചകം, ഒരു യൂണിറ്റാണ് വാട്ട്സ് അവർ പെർ കെ ജി എന്ന് പറയും. തൽക്കാലം അത്രയും മനസ്സിലാക്കുക നമ്മൾ. വാട്ട് അവർ പെർ കെ ജി, അതായത് 1 കിലോഗ്രാമിൽ എത്ര എനർജി ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ വാട്ട് അവർ പെർ ലിറ്റർ എന്ന ഒരു സൂചകം കൂടിയുണ്ട്. വാട്ട് അവർ പെർ കെ ജി എന്നത് സൂചിപ്പിക്കുന്നത് ഈ ബാറ്ററിയുടെ ഭാരത്തെയും, വാട്ട് അവർ പെർ ലിറ്റർ എന്ന് സൂചിപ്പിക്കുന്നത് ബാറ്ററിയുടെ സൈസിനെയുമാണ് ഈ 2 സൂചകങ്ങളിലും ലിത്തിയം അയോൺ ബാറ്ററികളുടെ സ്ഥാനം വളരെ ഉയർന്നതാണ്. ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. ലിത്തിയം അയോൺ ബാറ്ററികളുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 150 മുതൽ 250 വരെ വാട്ട് അവർ പെർ കെ ജി ആണ്. എന്നാൽ അത് ഒരു നിക്കൽ കാഡ്മിയം ബാറ്ററിക്കാണെങ്കിൽ 40 മുതൽ 50 വരെ ഉണ്ടാവുകയുള്ളൂ. ലെഡ് ആസിഡ് ബാറ്ററി, നമ്മുടെ കാറുകളിലൊക്കെയുള്ള ബാറ്ററി, ലെഡ് ആസിഡ് ബാറ്ററിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 30 to 50 ആണ്. നിക്കൽ കാഡ്മിയത്തിൻ്റെ ആണെങ്കിൽ 60 മുതൽ 120 വരെയാണ്. ആ സ്ഥാനത്താണ് ലിത്തിയം അയോണിൻ്റെ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് 150 to 250 വാട്ട് അവർ പെർ കെ ജി ആണ്. കമ്പയർ ചെയ്ത് പറയാനാണെങ്കിൽ മനസ്സിലാക്കാൻ വളരെ കുറച്ചുകൂടെ എളുപ്പത്തിൽ ഞാൻ പറയാം. ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ, ഈ ഒരു മൊബൈൽ ഫോൺ, ഈ ബാറ്ററി ഇത്
ലിത്തിയം അയോൺ ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഈ ലിത്തിയം അയോൺ ബാറ്ററിക്ക് പകരം നമ്മൾ ഒരു ലെഡ് ആസിഡ് ബാറ്ററി ആയിരുന്നു ഇതിൽ ഉപയോഗിച്ചിരുന്നത് എങ്കിൽ ഈ ഫോണിൻ്റെ ഒപ്പം വലിയ ഒരു ബാഗിൽ നമ്മൾ ബാറ്ററിയും തൂക്കി നടക്കേണ്ടി വന്നേനെ. ഒരു 5-6 കിലോ ഭാരമുള്ള ബാറ്ററിയും തൂക്കി നമ്മൾ നടക്കേണ്ടി വന്നേനെ. ആദ്യകാലത്തെ മൊബൈൽ ഫോണുകളിൽ ഒരു 90കളുടെയൊക്കെ ഞാനൊക്കെ ആദ്യമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് 98-99 കാലത്താണ്. അന്നത്തെ ആ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കട്ടിയുണ്ട്, വലിയ നോക്കിയയുടെ വലിയ കെട്ടുവള്ളം പോലുള്ള ഫോൺ. അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരുന്നത് നിക്കൽ കാഡ്മിയം ബാറ്ററി ആയിരുന്നു. അതിനുശേഷം ഏകദേശം ഒരു 21-ാം നൂറ്റാണ്ട്, ഒരു 2005-2006 ആ സമയത്താണ് ഈ ലിത്തിയം അയോൺ ബാറ്ററികൾ വ്യാപകമാകാൻ തുടങ്ങിയതും വന്നതും. അന്നൊക്കെ ആദ്യമൊക്കെ വലിയ വിലയായിരുന്നു. പിന്നീട് അത് വ്യാപകമാകാൻ തുടങ്ങിയപ്പോൾ വിലയൊക്കെ ഒരുപാട് കുറഞ്ഞു. അതിനുശേഷമാണ് മൊബൈൽ ഫോണുകൾ വളരെ കോമ്പാക്റ്റായതും നമുക്ക് പോക്കറ്റിൽ വളരെ ഈസി ആയിട്ട് കൊണ്ടു നടക്കാവുന്ന അവസ്ഥയിലൊക്കെ എത്തിയതും. മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു കമ്പാരിസനാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ഇലക്ട്രിക് വെഹിക്കിൾസ് വളരെ വ്യാപകമാണ്. ഇപ്പോൾ കാറുകളിലൊക്കെ ഒരു ഫുൾ ചാർജ് ചെയ്താൽ 200-300 കിലോമീറ്ററൊക്കെ ഓടുന്ന വാഹനങ്ങളുണ്ട്. അതിൻ്റെ അകത്തെ ആ ലിത്തിയം അയോൺ ബാറ്ററിക്ക് പകരം ലെഡ് ആസിഡ് ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഒരു ലോറിയിൽ കയറുന്നത്രയും ബാറ്ററികൾ അതിൻ്റെ ഒപ്പം വേണമായിരുന്നു. അതുകൊണ്ടാണ് പണ്ടൊന്നും ഇലക്ട്രിക് വാഹനങ്ങൾ ഇല്ലാതിരുന്നത്, കാരണം പ്രായോഗികമായ ഈ ബുദ്ധിമുട്ട്. എന്നാൽ ലിത്തിയം അയോൺ ബാറ്ററികൾ വ്യാപകമാകാൻ തുടങ്ങിയതോടുകൂടിയാണ്, അത് വളരെയധികം ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് ഈ ലോകത്ത് ഇലക്ട്രിക് വെഹിക്കിൾസും വ്യാപകമാകാൻ തുടങ്ങിയത്. അങ്ങനെ ഈ എനർജി ഡെൻസിറ്റിയുടെ കാര്യത്തിൽ ഈ ലിത്തിയം അയോൺ ബാറ്ററികൾ വളരെ 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 മുമ്പിലാണ്. അവയുടെ എഫിഷ്യൻസിയും വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ഈ മെമ്മറി എഫക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ബാറ്ററികൾക്ക്. മെമ്മറി എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആവർത്തി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫിഷ്യൻസി തന്നെ കുറയുന്ന ഒരു പ്രതിഭാസമാണത്. എന്തുകൊണ്ട് അതിന് മെമ്മറി എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. നേരത്തെയൊക്കെ പണ്ടത്തെയുള്ള നമ്മുടെ ബാറ്ററി ഫോണിനൊക്കെ വലിയ പ്രശ്നമായിരുന്നു. നമ്മൾ 100% ചാർജ് ചെയ്യും, നമ്മളൊരു 10-25% ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ചാർജ് ചെയ്യും. അങ്ങനെ പല പ്രാവശ്യം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാറ്ററിക്ക് സ്വയം ഒരു ഒരു തോന്നലുണ്ടാവുകയാണ്, ഇവർക്കൊരു 25% ആവശ്യമുള്ളൂ എന്ന ഒരു മെമ്മറി അതിൽ സെറ്റ് ചെയ്യപ്പെടുകയും പിന്നീട് നമ്മൾ എത്ര ചാർജ് ചെയ്താലും അത് 25%-അപ്പുറത്തേക്ക് പോകാതിരിക്കുകയും ചെയ്യും. ഇത് നമ്മൾ കോമണായിട്ട് ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. കുറച്ച് കാലം കഴിയുമ്പോൾ ബാറ്ററിയിൽ ചാർജ് നിൽക്കാതിരിക്കുക എന്നുള്ളത്. ഈ മെമ്മറി എഫക്റ്റ് നിക്കൽ കാഡ്മിയം ബാറ്ററികളിൽ വളരെ കൂടുതലായിരുന്നു. എന്നാൽ ലിത്തിയം അയോൺ ബാറ്ററിയിൽ ഈ മെമ്മറി എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ 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 കുറവാണ്. അതുകൊണ്ട് തന്നെ ബാറ്ററി ഫുൾ ചാർജ് ചെയ്താൽ അതിൻ്റെ 80-90% വരെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ ഈ നിക്കൽ കാഡ്മിയം ബാറ്ററികളിലും ലെഡ് ആസിഡ് ബാറ്ററികളിലുമൊക്കെ അത് ഫുൾ ചാർജ് ചെയ്താൽ അതിൻ്റെ ഒരു 50-60% മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള വിപ്ലവകരമായ ഒരുപാട് കാര്യങ്ങളാണ് ഈ ലിത്തിയം അയോൺ ബാറ്ററികളിലൂടെ നാം നേടിയത്. അത് ഇനിയും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ലിത്തിയം അയോൺ ബാറ്ററി കൂടാതെ ഇനി സോഡിയം അയോൺ ബാറ്ററി വരുന്നു. അതിൻ്റെ മുകളിലുള്ള ഗവേഷണങ്ങൾ വളരെ ശക്തമായി നടക്കുന്നുണ്ട്. അത് വ്യാപകമായി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ സോഡിയം എന്ന് പറയുന്നത് പ്രകൃതിയിൽ ഏറ്റവും അധികം സുലഭമായി കിട്ടുന്ന ഒരു മൂലകമാണ്. ലിത്തിയം എന്ന് പറയുന്നത് റയറാണ്, അതിൻ്റെ പ്രോസസ്സിങ്ങും കൂടുതലാണ്. എന്നാൽ സോഡിയം എന്ന് പറയുന്നത് വളരെയധികം കിട്ടും. പക്ഷേ സോഡിയം അയോൺ ബാറ്ററികളുടെ ഗവേഷണം നടക്കുന്നുണ്ട്, പലയിടത്തും ഉപയോഗിക്കുന്നുമുണ്ട്. പക്ഷേ സോഡിയം അയോൺ ബാറ്ററികളുടെ എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ലിത്തിയം അയോൺ ബാറ്ററികളുടെ അത്രയും ഇല്ല എന്നൊരു പോരായ്മ അതിനുണ്ട്. ആ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് പുതിയ ടെക്നോളജികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോഴുള്ളത് ലിത്തിയം അയോൺ ബാറ്ററികളുടെ കാലമാണ്. ഇതിൽ ഇനിയും ധാരാളം ഇമ്പ്രൂവ്മെൻറ്റുകൾ വരാനുണ്ട്. ലിത്തിയം അയോൺ ബാറ്ററികളെ പറ്റിയുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.